നമസ്കാരം. പൊട്ടനെ ലോട്ടറി അടിക്കുക എന്ന പഴമൊഴിയില്ലേ, അതാണ് അമേരിക്കയുടെ കാര്യത്തിലും ട്രംപിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. അമേരിക്കൻ ഭരണം ട്രംപ് എന്ന മണ്ടന് വീണ് കിട്ടിയ ലോട്ടറിയാണ്. അത് കയ്യിൽ കിട്ടിയപ്പോഴത്തെ അവസ്ഥയോ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥ എന്താണോ അതാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഓരോ മണ്ടത്തരങ്ങളെയും ചരിത്ര തീരുമാനം എന്ന് വിശേഷിപ്പിച്ചാൽ ആ ചരിത്രത്തിന് പോലും മാനക്കേടാണ്. എന്തായാലും മണ്ടൻ ട്രംപിൻ്റെ ചരിത്ര തീരുമാനം എന്ന് പ്രഖ്യാപിച്ച തീരുവ ഇപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്ന അവസ്ഥയാണ്. തീരുവ പ്രഖ്യാപനം അമേരിക്കയുടെ ആഗോള വിപണികളെ സാരമായി ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2020 ശേഷം ഏറ്റവും വലിയ നഷ്ടമാണ് US ഓഹരി വിപണി നേരിട്ടത്. S&P 500 സൂചികകൾക്ക് ഏകദേശം $2 ട്രില്യൺ മൂല്യമാണ് നഷ്ടപ്പെട്ടത്. നൈക്ക്, ആപ്പിൾ, ആമസോൺ തുടങ്ങിയ വമ്പൻ ബ്രാൻഡുകളുടെ ഓഹരി വിലകൾ ഇടിഞ്ഞതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. US ഡോളർ 2.2% വരെ ഇടിഞ്ഞതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്ന കമ്പനികൾ ഉൾപ്പെടെ US വിപണികളിൽ ഇടിവ് രേഖപ്പെടുത്തി. ആപ്പിളിന്റെ വിപണി 9.3%, നൈക്ക് 14.4%, ബെസ്റ്റ് ബൈ 17.8%, റാൽഫ് ലോറൻ 16.3% മൂല്യം ഇടിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഗോള വിപണിയിൽ ഇടിവ് നേരിട്ടതിൽ വൈറ്റ് ഹൗസ് പ്രതികരിച്ചു. വിപണിയിലെ ഇടിവുകളെ വൈറ്റ് ഹൗസ് അവഗണിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് ലോകരാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. ഏപ്രിൽ 1 ലോക വിഡ്ഢി ദിനമായതിനാൽ ഏപ്രിൽ 2 മുതൽ താരിഫ് ഏർപ്പെടുത്തുമെന്നായിരുന്നു ട്രംപിന്റെ നേരത്തെയുള്ള പ്രഖ്യാപനം. അമേരിക്കയുടെ പ്രഖ്യാപനത്തിന് ശേഷം താരിഫുകളുടെ ആഘാതം ലഘൂകരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ദക്ഷിണേന്ത്യൻ രാഷ്ട്രങ്ങൾ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ പകരച്ചുങ്കം പ്രഖ്യാപിച്ചിരുന്നു. തീരുവ കാര്യത്തിൽ താൻ ദയാലുവാണെന്ന് ആവർത്തിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ ഈ മണ്ടൻ പ്രഖ്യാപനം. ഡിസ്കൗണ്ടുകൾക്ക് പകരച്ചുങ്കം എന്നു പറഞ്ഞ് ഇന്ത്യയ്ക്കുമേൽ 26% തീരുവ ചുമത്തിയിരുന്നു. ചൈനയ്ക്ക് 34%, യൂറോപ്യൻ യൂണിയന് 20% തീരുവ, UKക്ക് 10% തീരുവയുമാണ്, ജപ്പാന് 24% തീരുവയുമാണ് ഏർപ്പെടുത്തിയത്. അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കുമുള്ള 10% ഇറക്കുമതി തീരുവയ്ക്ക് പുറമെയാണ് ഈ നിരക്ക്. വർഷങ്ങളോളം മറ്റു രാജ്യങ്ങൾ അമേരിക്കയെ കൊള്ളയടിച്ചു. ഇനി അത് ഉണ്ടാവില്ല എന്നാണ് ട്രംപിന്റെ മറ്റൊരു പ്രഖ്യാപനം. അമേരിക്ക അതിന്റെ വ്യാപാരം തിരിച്ചുപിടിച്ച ദിവസമായി ഏപ്രിൽ 2 വിമോചന ദിനമായി അറിയപ്പെടുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. 10% തീരുവ ഏപ്രിൽ 5 മുതൽ, രാജ്യങ്ങൾക്കുള്ള കൂടിയ തീരുവ ഏപ്രിൽ 9 പ്രാബല്യത്തിൽ വരിക. പകരച്ചുങ്കം USന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമാണ് ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ പകരച്ചുങ്കം USന് മറ്റൊരു വിനയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.